100ാം വാർഷികാഘോഷത്തിന്റെ നിറവിലേക്ക് ചുവടുവെച്ച് ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി ജനകീയ പിന്തുണയോടെ സ്കൂളിൽ മുറ്റം കട്ടവിരിക്കൽ പണികൾക്ക് തുടക്കമായി. ഗ്രാമവാസികൾ, വ്യാപാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ ബാലകൃഷ്ണൻ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് നൽകിയിരുന്ന ഓഡിറ്റോറിയം കാലപ്പഴക്കത്തെ തുടർന്ന് അപകടാവസ്ഥയിലായതിനാൽ പഞ്ചായത്ത് അനുമതിയോടെ അത് പൊളിച്ചുമാറ്റിയാണ് പുതിയ സ്കൂൾ മുറ്റം ഒരുക്കുന്നത്. ഏകദേശം 3000 ചതുരശ്ര അടി സ്ഥലത്താണ് കട്ടവിരിക്കൽ നടക്കുന്നത്. മുൻപ് സ്കൂളിന് പുതിയ കെട്ടിടത്തിന് തുക അനുവദിച്ചപ്പോൾ സ്ഥലപരിമിതി വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. തുടർന്ന് സ്കൂളിനെ സ്നേഹിക്കുന്ന നാട്ടുകാരിൽ നിന്നും ഏകദേശം 20 ലക്ഷം രൂപ സമാഹരിച്ച് ആവശ്യമായ 7 സെന്റ് സ്ഥലം സ്വന്തമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1,20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 നില കെട്ടിടം ഫെബ്രുവരി 10 മന്ത്രി MP രാജേഷ് സ്കൂളിന് സമർപ്പിച്ചിരുന്നു. 470ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത്, KK മുരളി, ഷർഫു, മുത്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ചാലിശ്ശേരി ഗ്രാമത്തിന് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ഗവൺമെന്റ് LP സ്കൂൾ ചാലിശ്ശേരി അതിന്റെ 100ാം വാർഷികം പിന്നിടുകയാണ്. നിരവധി പ്രവർത്തനങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ജനുവരിയിൽ 100ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത്. പണ്ട് PTA നിർമ്മിച്ച് നൽകിയ ഒരു ഓഡിറ്റോറിയം അത് വളരെ പ്രയാസമായിരുന്നു. കാരണം ദ്രവിച്ച് ഷീറ്റെല്ലാം താഴേക്ക് വീഴുകയായിരുന്നു. അത് പഞ്ചായത്തിന്റെ പെർമിഷനോടുകൂടി പൊളിച്ചു മാറ്റിയപ്പോൾ അത്രയും പ്രദേശത്ത് ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റ് കട്ട വിരിക്കേണ്ടി വന്നു. ഈ ഓപ്പണിങ്ങോട് കൂടി കട്ട വിരിച്ചില്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ അവിടെ വഴുക്കി വീഴാനും അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ അവിടെ കട്ട വിരിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം തന്നിരിക്കുകയാണ്. 20 ലക്ഷം രൂപ കളക്ട് ചെയ്ത് 7 സെന്റ് സ്ഥലം വാങ്ങിച്ച് നൽകിയ ആ സ്ഥലത്താണ് ഇന്ന് വലിയ ബിൽഡിംഗ് നിൽക്കുന്നത്. അതേറെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അതിന് പ്രത്യേകം